Hello students, welcome to this channel. Today we are going to see a problem on exponential generating function. So the question is one of the problem we have done in the earlier video, and this is the next question. So a ship carries 48 flags, 12 each of the colors red, white, blue and black. 12 of these flags are placed on a vertical pole in order to communicate a signal to other ships. So the question is, there are two choices. How many of these signals use an even number of blue flags and an odd number of black flags? How many of these signals have at least 3 white flags or no white flags at all? So these are the two cases. So before entering into the problem, we need some more details to be clarified. So first of all, given here how many number of flags? Totally 48 flags. So that red contains 12 flag and white 12 flags, blue 12 and black 12. So it is arranged in a vertical position like this. In this manner it is arranged to give a signal. So that we are considering here the polynomial in terms of, we are expressing these functions in terms of a എന്താണ് എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലാഗ്സിൻ്റെ ഓർഡറിങ് എല്ലാം വരുന്നുണ്ട്. x⁻12 വരത്തക്ക രീതിയിലുള്ള കാൽക്കുലേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിവിടെ എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? റെഡ് ആവുമ്പോൾ എന്തായിരിക്കും? 1 + x + x² എക്സെട്ര x⁻12/12 ഫാക്ടോറിയൽ ആയിരിക്കും. വൈറ്റ് ആണെങ്കിൽ 1 + x + x² എക്സെട്ര x⁻12. ബ്ലൂ ആണെങ്കിലും 1 + x + x²/2 x²/2 ഫാക്ടോറിയൽ ഇൻറ്റു x⁻12 വരെ നമുക്ക് ഇത് പോകും. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ വി ആർ ഗോയിങ് ടു ഡു ദിസ് ഇൻ ടേംസ് ഓഫ്, അതായത് വി നീഡ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x⁻12 here. So to find the coefficient of x⁻12, first of all നമ്മുടെ polynomial എന്ന് പറയുമ്പോൾ, അതായത് this is a polynomial of the highest degree x⁻12. but if I want to use the generating functions, ഞാൻ ഇതിനെ generating function ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ I should make this polynomial a series. So if I want to make this polynomial a series, then after converting to the series we can apply, if it possible നമുക്ക് ഒരു സീരീസ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്രോബ്ലം അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോർമുലയോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കത് സീരീസ് ആയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് x⁻12 വേണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ചിലപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ x⁻12 എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ളതിലൊന്നും നമ്മൾ സെലക്ട് ചെയ്യത്തില്ല. ടോട്ടലി 12 ആണല്ലോ ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 12 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1 ആയിരിക്കും. അതായത് നോ സെലക്ഷൻ, നോ സെലക്ഷൻ, നോ സെലക്ഷൻ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ അധികം എക്സ്പ്ലനേഷൻസ് പറയുന്നില്ല, ഡയറക്റ്റ്ലി കാൽക്കുലേഷനിലോട്ട് പോവുകയാണേ. അപ്പോൾ x⁻k2/k ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് x⁻2 ആണ് ഞാനിവിടെ എടുക്കുന്നതെങ്കിൽ ഫസ്റ്റിൽ x⁻2, സെക്കൻഡിൽ നമുക്ക് എങ്ങനെ എടുക്കാം? x⁻2/2 ഫാക്ടോറിയൽ. അടുത്തത് നമുക്ക് x⁻2 എടുക്കാം. അപ്പോൾ x⁻2/2 ഫാക്ടോറിയൽ എടുക്കുകയാണെങ്കിൽ അടുത്തത് x⁻2/2 ഫാക്ടോറിയൽ എടുക്കുകയാണ്. അപ്പോൾ പവർ കൂട്ടുമ്പോൾ 2, 4, 6. ഇനി ലാസ്റ്റ് വണ്ണിൽ x⁻6/6 ഫാക്ടോറിയൽ ഞാൻ എടുക്കുകയാണ്. അപ്പോഴേ എനിക്ക് എന്താവുള്ളൂ? x⁻12 വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് x⁻12 വരണമെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം ഞാനിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ജനറൽ നമുക്കിതെങ്ങനെ എടുക്കാം? ഫോർ എക്സാമ്പിൾ x⁻k1/k1 ഫാക്ടോറിയൽ, x⁻k2/k2 ഫാക്ടോറിയൽ, അങ്ങനെ നമ്മൾ 4 ടേംസിൽ നിന്ന് ഓരോന്നും എടുക്കും. അപ്പോൾ പക്ഷേ ഇതിലെ കണ്ടീഷൻ എന്താ? k1 + k2 + k3 + k4 കൂട്ടിയാൽ എത്ര വരണം? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 വരണം. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് ടോട്ടൽ 48 ഫ്ലാഗ്സ് ആണ്. അതിൽ ഓരോന്നും 4 കളേഴ്സ് വീതം കൊടുത്തിട്ടുണ്ട്, 4 കളേഴ്സ്. ദാറ്റ് ഈസ് ഈച്ച് ഫ്ലാഗ് കണ്ടെയ്ൻസ് 12 ഫ്ലാഗ്, അതായത് ഈച്ച് കളർ കണ്ടെയ്ൻസ് 12 ഫ്ലാഗ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ യൂസിങ് ഹിയർ എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. സോ വി ആർ ജനറേറ്റിംഗ് ദിസ് as a polynomial. So first of all, next calculation is we want to find out the coefficient of x⁻12. അപ്പോൾ x⁻12 വേണമെങ്കിൽ എന്താണ്? അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ
നമ്മൾ ഓരോന്നിൽ നിന്നും കുറേ കോഎഫിഷ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അന്നേരം നമ്മൾ ഇൻ ജനറൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? എക്സ് റൈസ് ടു കെ വൺ ബൈ കെ വൺ ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു കെ ടു ബൈ കെ ടു ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു കെ ത്രീ ബൈ കെ ത്രീ ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു കെ ഫോർ ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൽ വരുന്ന കോഎഫിഷ്യൻസ് എക്സ് റൈസ് ടു 12 ആയിരിക്കും. 12 ബൈ സം കോഎഫിഷ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കണ്ടീഷൻ കെ വൺ പ്ലസ് കെ ടു പ്ലസ് കെ ത്രീ പ്ലസ് കെ ഫോർ ഇസ് ഈക്വൽ ടു 12 ആയിരിക്കണം വരേണ്ടത്. ഇപ്പോൾ എനിക്കിവിടെ 12 ഫാക്ടോറിയൽ ഇല്ലല്ലോ. വി നീഡ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 12 ഫാക്ടോറിയൽ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യണം? ഒരു 12 ഫാക്ടോറിയലിനെ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം ബാക്കി എന്തായിരിക്കും വരിക? കോഎഫിഷ്യൻ്റ് എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു എന്താ 1 ബൈ കെ വൺ ഫാക്ടോറിയൽ, കെ ടു ഫാക്ടോറിയൽ, കെ ത്രീ ഫാക്ടോറിയൽ, കെ ഫോർ ഫാക്ടോറിയൽ എന്നെടുക്കും. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻ്റ് അതായത് എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത്രയും ടേംസ് ആയിരിക്കും. അതായത് 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ വൺ ഫാക്ടോറിയൽ, കെ ടു ഫാക്ടോറിയൽ, കെ ത്രീ ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയൽ. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ചോയ്സിൽ അതായത് ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൗ മെനി ഓഫ് ദ സിഗ്നൽസ് യൂസ് ആൻ ഈവൻ നമ്പർ ഓഫ് ബ്ലൂ ഫ്ലാഗ്. അപ്പോൾ അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്നതിൽ കെ വൺ, റെഡിനെ കെ വൺ എന്നെടുത്തു, വൈറ്റിനെ കെ ടു എന്നെടുത്തു, ബ്ലൂ കെ ത്രീ എന്നെടുത്തു, ബ്ലാക്കിനെ കെ ഫോർ എന്നെടുത്തു. അപ്പോൾ അതായത് ഇത് ഈവൻ നമ്പർ ഏതിനാണ് വരുന്നത്? ബ്ലൂ. അപ്പോൾ കെ ത്രീ ഇസ് ഈവൻ. ഇനി കെ ഫോർ എന്താണ്? ബ്ലാക്ക് ആകുമ്പോൾ അതെന്താണ്? ഓഡ്. കെ ത്രീ ഈവൻ. ബാക്കി രണ്ട് ഫ്ലാഗിനും ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ റെഡും വൈറ്റും അതേപടി വരും. അതായത് ഗിവൺ ദാൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് കെ ത്രീ ഇസ് ബ്ലൂ ആൻഡ് കെ ഫോർ ഇസ് ബ്ലാക്ക്. അപ്പോൾ കെ ത്രീ ഹാസ് ടു ബി ഈവൻ, കെ ഫോർ ഇസ് ടു ബി ഓഡ്. അതായത് വൈറ്റ്, അതായത് ബ്ലൂ ആൻഡ് ബ്ലാക്ക്. കെ ത്രീ എന്ന് പറയുമ്പോൾ ബ്ലൂ, ഇത് ബ്ലാക്കാണ്. ബ്ലൂവും ബ്ലാക്കും ഈവനും ഓഡും. പക്ഷെ വൈറ്റും റെഡും അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. അപ്പം നമ്മൾ അതേപടി അങ്ങനെ എഴുതും. എന്നിട്ട് നമ്മുടെ കാൽക്കുലേഷനിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വി ആർ ഡൂയിങ് എ കാൽക്കുലേഷൻ സച്ച് ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ എക്സ് റൈസ് ടു 12 അല്ലേ. നമ്മുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? എക്സ് റൈസ് ടു 12 ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ അതേപടി എഴുതുക. എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയൽ. ഇവിടെയും അതേപടി എഴുതുക. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ബ്ലൂ എന്താണ്? ഈവൻ കോഎഫിഷ്യൻസ്. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ. 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ് റൈസ് ടു 0. എക്സ് റൈസ് ടു 0 പ്ലസ് അത് ബൈ പ്ലസ് സി എക്സ് റൈസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. അങ്ങനെ ഈവൻ പവേഴ്സ് എല്ലാം എഴുതണം. അടുത്തതിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് പവേഴ്സ്. അപ്പോൾ ഓഡ് പവേഴ്സ് ആകുമ്പോൾ എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ, എക്സെട്ര എക്സ് റൈസ് ടു 11 ബൈ 11 ഫാക്ടോറിയൽ. അപ്പോൾ ഹിയർ വി ആർ ലുക്കിംഗ് ഫോർ എക്സ് റൈസ് ടു 12 ഇൻ ദിസ് പ്രോഡക്റ്റ്. നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് റൈസ് ടു 12 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്പിംഗ് ടു എക്സ് റൈസ് ടു 12 we can extend the polynomial to series by adding. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? അതായത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സീരീസ് എന്ന് പറയുമ്പോൾ അതായത് ഈ എക്സ് റൈസ് ടു 12ൻ്റെ കൂടെ പ്ലസ് അടുത്ത ടേം എന്താണ്? എക്സ് റൈസ് ടു 13 ബൈ 13 ഫാക്ടോറിയൽ, അടുത്തത് എക്സ് റൈസ് ടു 14 ബൈ 14 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ ഞാൻ കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരൊറ്റ കണ്ടീഷൻ, എനിക്ക് വേണ്ടത് എക്സ് റൈസ് ടു 12 വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ ഒന്നും തന്നെ നമുക്ക് വേണ്ട. കാരണം എക്സ് റൈസ് ടു 13ഉം വേണ്ട, എക്സ് റൈസ് ടു 14ഉം വേണ്ട, എക്സ് റൈസ് ടു 15ഉം വേണ്ട. ഇവിടെ തന്നെ നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 13 പവറൊക്കെ വരും. പക്ഷെ നമ്മളത് എടുക്കാറില്ല. കാരണം അങ്ങനെ വരുന്ന പവേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് റൈസ് ടു 12 മാത്രം മതി. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻറ്റിൽ എക്സ് റൈസ് ടു 12 വരെയുള്ള. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതൊരു പോളിനോമിയൽ. ഈ പോളിനോമിയലിനെ ഞാൻ ഹയർ പവേഴ്സ് ആഡ് ചെയ്തിട്ട് അതിനെ ഒരു സീരീസ് ആക്കാൻ പോവുകയാണ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്പിംഗ് ടു എക്സ് റൈസ് ടു 12 വി എക്സ്റ്റെൻഡ് ദ പോളിനോമിയൽ ടു എ സീരീസ് ബൈ ആഡിങ് എക്സ് റൈസ് ടു 13 ബൈ 13 ഫാക്ടോറിയൽ. ആൻഡ് വൺ കണ്ടീഷൻ, ഇവിടെ എക്സ് റൈസ് ടു 13 ഡസ് നോട്ട് അഫക്റ്റ് ദ ആൻസർ ബൈ ഇൻക്ലൂഡിങ് ദ ഫർദർ ടേംസ്. ഞാൻ അങ്ങനെ ആഡ് ചെയ്താൽ എൻ്റെ ആൻസർ എന്താ?
എന്താ ഒരിക്കലും അഫക്റ്റ് ആവത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ സീരീസ് എങ്ങനെ മാറ്റുന്നു? 1 + x + x² + x⁻13 എക്സെട്ര. ഇതും അതേപോലെ x⁻13 + എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് ടേം x⁻12 കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും വരിക? x⁻14/14 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇവിടെ വരുമ്പോൾ x⁻11 ആയിരിക്കും വരുന്നത്, കാരണം 12 വരത്തില്ല ഇവിടെ, അത് ഈവൻ പവർ ആയതുകൊണ്ട് വരത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നത് x3, x⁵, x⁻7, x⁻9, x⁻11. അടുത്തത് x⁻13/13 ഫാക്ടോറിയൽ. വി ആർ എക്സ്റ്റെൻഡിങ് അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അന്നേരം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പം നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. നേരത്തെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം അത് പോളിനോമിയലാണ്. അപ്പോൾ അതേപടി വെക്കാനേ പറ്റൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കി കിട്ടി. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അതായത് ഇതിൽ വരുന്ന ഫോർമുല ഏതാണ്? വി ക്യാൻ അപ്ലൈ ദ ഫോർമുല ആസ് e⁻x. അതായത് e⁻x = ദിസ് ഫോർമുല. ഇതും എന്താണ്? e⁻x. Now what is this formula? ആൾറെഡി എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷന് പകരം എനിക്കെന്ത് പറയാം? e⁻x + e⁻−x / 2. അടുത്ത ടേമിൽ e⁻x, e⁻−x. അപ്പോൾ മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ /2. ഇങ്ങനെ രണ്ട് ടേം വരുന്നുണ്ട്. നൗ e⁻x ഇൻറ്റു e⁻x എന്താ? e⁻2x. നൗ e⁻2x/4 ഇൻറ്റു e⁻x പ്ലസ് e⁻−x ഇൻറ്റു e⁻x മൈനസ് e⁻−x. നൗ a + b ഇൻറ്റു a - b എന്താണ്? നമുക്ക് എന്തായിരിക്കും വരിക? a² - b². അപ്പോൾ e⁻2x മൈനസ് e⁻−2x. നൗ മൾട്ടിപ്ലൈ ദിസ് e⁻2x ഇൻസൈഡ്. അന്നേരം എന്താ വരിക? 1/4 e⁻4x - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു e⁻4xൻ്റെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 1 + x ഫാക്ടോറിയൽ x/1 ഫാക്ടോറിയൽ. അപ്പോൾ 4x/1 ഫാക്ടോറിയൽ, 4x the whole square by 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അറ്റ് ലാസ്റ്റ് -1. അപ്പോൾ ഈ +1ഉം -1ഉം ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് എന്താ? 1 + 1/4 ഇൻറ്റു 4x/1 ഫാക്ടോറിയൽ പ്ലസ് 4² x² 2 ഫാക്ടോറിയൽ പ്ലസ് 4³ x³ 3 ഫാക്ടോറിയൽ എക്സെട്ര. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ, അതായത് ഇവിടെ വരുന്ന ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അന്നേരം നമുക്ക് വരുന്ന ആൻസർ എന്താ? ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x⁻12/12 ഫാക്ടോറിയലാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് x⁻12ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ വരുന്നത് എന്തായിരിക്കും? x⁻12ൻ്റെ കോഎഫിഷ്യൻറ്റ് 412/12 ഫാക്ടോറിയൽ അല്ലേ? 412/12 ഫാക്ടോറിയൽ ഇൻറ്റു 1/4 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് വരുന്ന ആൻസർ 1/4. x⁻12/12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/4 ഇൻറ്റു 412. അപ്പോൾ ഈ 4 ന്യൂമറേറ്ററിൽ വരുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 412 - 1 = 411 ഇസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ ബ്ലൂ വന്നിട്ട് നമുക്ക് ഈവൻ ഫ്ലാഗ് ആയിരിക്കണം. അതുകൂടാതെ ബ്ലാക്ക് വന്നിട്ട് റെഡ് ഫ്ലാഗ് ഓഡ് ഫ്ലാഗ് ആയിരിക്കണം. അതുകൂടാതെ റെഡും വൈറ്റും അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 411 ഇസ് ദ റിക്വയർഡ് ആൻസർ. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഞാൻ ഔട്ട്വേർഡായിട്ടേ പറയുന്നുള്ളൂ, കാരണം ഇറ്റ് ടേക്സ് ടൈം ടു കംപ്ലീറ്റ്. സോ ദർ ഇസ് റെസ്ട്രിക്ഷൻ ഫോർ വൈറ്റ് ഫ്ലാഗ്. ഓൾ ദ അതർ ഫ്ലാഗ്സ് ഡു നോട്ട് ഹാവ് റെസ്ട്രിക്ഷൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയിട്ട് വീണ്ടും നമുക്ക് കാൽക്കുലേഷനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഓഫ് ദീസ് സിഗ്നൽസ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 വൈറ്റ് ഫ്ലാഗ് ഓർ നോ വൈറ്റ് ഫ്ലാഗ്? അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നോ വൈറ്റ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു x⁻0. അപ്പോൾ നോ ഓർ എന്ന് പറഞ്ഞാൽ അഡിഷൻ സിമ്പിൾ. സോ വി ഹാവ് ടു ആഡ് 1 പ്ലസ് അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ x⁻3/3 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എങ്ങനെ വരും? 1
plus x raised to 3 by 3 factorial plus 3 or more greater than or equal to and at least 3 എന്ന് പറഞ്ഞു 3 or more ആണ് കണ്ടീഷൻ. അപ്പോൾ നമുക്കിവിടെ x raised to 4 by 4 factorial ഇങ്ങനെ വരും പോളിനോമിയൽ. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേഷനിൽ പോകാം. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. There is no restriction for white flag. And also there is restriction for white flag and all other flags do not have restriction. ബാക്കിയുള്ളതിന് റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ, അതായത് റെഡ് ഫ്ലാഗിന് റെസ്ട്രിക്ഷൻ ഇല്ല, അതേപോലെ ബ്ലൂ റെസ്ട്രിക്ഷൻ ഇല്ല, ബ്ലാക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ എല്ലാ ടേംസും നമ്മൾ എഴുതും 1 plus x plus x square by 2 factorial plus x cube by 3 factorial etc. അപ്പോൾ മൂന്നിലും റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ മൂന്നും ഒരുപോലെ തന്നെ വരും. നമ്മൾ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് പവർ ആസ് എക്സ്. അതായത് ഇവിടെ എങ്ങനെ വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് എക്സെട്ര എക്സ് റൈസ് ടു 12 by 12 factorial the whole cube. ഇനി ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ റെസ്ട്രിക്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 1 പ്ലസ് വൈറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ 1 പ്ലസ് എക്സ് റൈസ് ടു 3 അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ 3 ഓർ മോർ. അപ്പോൾ എക്സ് റൈസ് ടു 3 by 3 ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു 4 by 4 ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു 5 by 5 ഫാക്ടോറിയൽ എന്നിങ്ങനെ എഴുതുക. അപ്പോൾ ഇതും എത്ര വരെ പോവും, 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എക്സ് റൈസ് ടു 12 by 12 ഫാക്ടോറിയൽ വരെ പോവും. ഇനി ഇവിടെയും റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കാരണം, അതായത് എനിക്കിനി ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ദിസ് ഇസ് എ പോളിനോമിയൽ. എനിക്ക് ഈ പോളിനോമിയലിനെ ഇപ്പോൾ ഞാനിതൊരു സീരീസ് ആക്കണം. എങ്ങനെ സീരീസ് ആക്കാൻ പറ്റും, 1 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 by 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 by 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇവിടെ എന്താവും, 1 പ്ലസ് എക്സ് പ്ലസ് x square by 2 factorial plus etc up to infinity. ഇങ്ങനെ രണ്ട് കേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോർമുല എന്താണ്, നമുക്ക് ഇത് ഹോൾ റൈസ് ടു 3, ഇതെന്താണ് ഇ റൈസ് ടു എക്സ്, അപ്പോൾ ഹോൾ റൈസ് ടു 3, ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, വി നോ ദാറ്റ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എന്താണ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇപ്പോൾ അതിൽ നമ്മുടെ ടേമിൽ ഈ ആൻസറിനകത്ത് നോക്കിക്കേ, ഈ രണ്ട് ടേംസും അവിടെ അതിനകത്ത് ഇല്ല, അതായത് ഈ രണ്ട് ടേംസും അതിനകത്ത് ആൻസറിലില്ല. ഇപ്പം ഞാൻ ഈ രണ്ട് ടേംസിനെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ് ലെഫ്റ്റ് സൈഡിലോട്ട്. വെൻ ഐ ബ്രിങ് ദ ടേം ടു ദ ലെഫ്റ്റ് സൈഡ്, ദ ആൻസർ ബിക്കംസ് ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് റൈസ് ടു 2 by 2 factorial is equal to 1 plus x raised to 3 by 3 factorial plus x raised to 4 by 4 factorial plus etc up to infinity. Now here I am taking, instead of this answer we shall substitute this one. അപ്പോൾ എന്തായിരിക്കും വരിക, e raised to x minus x square by 2 factorial into e raised to 3x. Now multiply e raised to 3x inside. So e raised to 4x minus x e raised to 3x minus x raised to 2 by 2 factorial into e raised to 3x. So this is the polynomial. Now we have to find out the expansion, or we have to find out the coefficient of x raised to 12 by 12 factorial. So let me take this answer to be 3 parts. I am doing this calculation in 3 parts. നമ്മളിത് 3 കാൽക്കുലേഷൻ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഇ റൈസ് ടു ഫസ്റ്റ് ടേം, ഇത് ഇ റൈസ് ടു 4x എന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് കാൽക്കുലേഷൻ, അതിലെ കോഎഫിഷ്യൻ്റ് എക്സ് റൈസ് ടു 12 by 12ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, 4 raised to 12. So the coefficient of x raised to 12 by 12 factorial is 4 raised to 12. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. കീപ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ എ. ഇനി അടുത്തത്, ഇവിടെ നമുക്ക് ഈ ആൻസറിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് എക്സ് ഇ റൈസ് ടു 3x എടുക്കാം. എക്സ് ഇ റൈസ് ടു 3x എന്താണ് നമ്മുടെ ആൻസർ, അതായത് എക്സ് ഇ റൈസ് ടു 3x ആകുമ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു 3x എന്താ, 1 പ്ലസ് 3x ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര. അപ്പോൾ ഇവിടെ വരുമ്പോൾ എക്സ് റൈസ് ടു 12, അതായത് 3x സ്ക്വയർ ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ അനുസരിച്ചിട്ട് ലാസ്റ്റ് ടേം എങ്ങനെ വരും, അതായത് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, ഇത് കഴിഞ്ഞുള്ള ടേം എങ്ങനെ വരും, അതായത് ഇങ്ങനെ വരും 3 raised to 12 ഇൻറ്റു എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയൽ അല്ലേ,
പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇപ്പം ഞാൻ ചോദിക്കുന്നു, വെൻ വി മൾട്ടിപ്ലൈ എക്സ് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് റൈസ് ടു 12 എന്നുള്ളത് എന്താവും? എക്സ് റൈസ് ടു 13 ആവും അല്ലേ? അപ്പോൾ 13 എടുക്കാൻ പറ്റുമോ നമുക്ക്? വി ആർ നോട്ട് ഏബിൾ ടു ടേക്ക് ദാറ്റ് ആൻസർ. സോ വി കൺസിഡർ ദ പ്രീവിയസ് ടേം. അപ്പോൾ നമുക്ക് പ്രീവിയസ് ടേം എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? 3 raised to 11 into x raised to 11 by 11 factorial. ഇതിൽ ഈ എക്സ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എക്സ് റൈസ് ടു 12 by 12 ഫാക്ടോറിയൽ. അപ്പോൾ എൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് ഇവിടെ വരുന്നത്? 3 raised to 11 by 11 ഫാക്ടോറിയൽ. ഈ കോഎഫിഷ്യൻ്റിൽ ഞാനൊരു 12 ഫാക്ടോറിയൽ ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അന്നേരം എന്തായിരിക്കും വരിക? സോ ഐ വിൽ ഗെറ്റ് ആൻ ആൻസർ 3 ഫാക്ടോറിയൽ ബൈ, അതായത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യുക, എക്സ്ചേഞ്ച് ദ ആൻസേഴ്സ്. സോ എന്തായിരിക്കും വരിക? 3 raised to 11 ബൈ, നമുക്ക് എന്താ വരുന്നത് ഇവിടെ? 11 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു 12 ബൈ 12 ഫാക്ടോറിയൽ. ഇങ്ങനെ വരും. ഞാനൊരു 12 ഫാക്ടോറിയൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ ഞാനിത് സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് 3 raised to 11 ബൈ 11 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 12 into 11 ഫാക്ടോറിയൽ. അപ്പോൾ 11 ഫാക്ടോറിയൽ ക്യാൻസൽ ആവും. അപ്പോൾ 3 raised to 11 ഇൻറ്റു 12 ആണ് വരുന്ന ആൻസർ. അപ്പോൾ ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 12 by 12 ഫാക്ടോറിയൽ എന്താണ്? 3 raised to 11 into 12. Now let us take this answer to be B part. Now we shall do the third part. Third part എന്താണ്? എക്സ് റൈസ് ടു 2 by 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റൈസ് ടു 3x. അപ്പോൾ എക്സ് റൈസ് ടു 2 by 2 ഇൻറ്റു 1 പ്ലസ് 3x പ്ലസ് 3 സ്ക്വയർ എക്സ് സ്ക്വയർ എക്സെട്ര. എക്സ് റൈസ് ടു 12 വരണമെങ്കിൽ ഇവിടെ അടുത്ത ടേം എന്തായിരിക്കും വരിക? 3 raised to 10 വരെയുള്ളത്. കാരണം എക്സ് സ്ക്വയർ ഇതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ആൻസർ, കാരണം എനിക്കിവിടെ എക്സ് റൈസ് ടു 11 വേണ്ട, എക്സ് റൈസ് ടു 12 വരുന്ന പവറും വേണ്ട. കാരണം ഈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? ഇത് 13 ആവും. ഇത് എന്താവും? 11 പ്ലസ് 2 13, ഇത് 14 ആണ്. അപ്പോൾ ഈ രണ്ട് പവേഴ്സ് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഈ പവറാണ്. കാരണം ഇതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ എക്സ് റൈസ് ടു 12 ആവും. അപ്പോഴത്തേനും എൻ്റെ ആൻസർ എന്താ വരിക? സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ കോഎഫിഷ്യൻറ്റ് ദിസ് വൺ. സോ 3 raised to 10 by 10 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു 12 by 12 ഫാക്ടോറിയൽ. Now from this one condition is that 12 factorial എങ്ങനെ എഴുതാം? 3 raised to 10 by 10 factorial into 12 into 11 into 10 factorial into x raised to 12 by 12 factorial. അപ്പോൾ 10 ഫാക്ടോറിയൽ ക്യാൻസൽ ആവും. ആൾറെഡി ഇവിടെ ഒരു 2 കൂടിയുണ്ട്. അപ്പോൾ എന്താവും? ഇവിടെ ഡിനോമിനേറ്ററിൽ ഇൻറ്റു ഒരു 2 കൂടി വരും. അപ്പോൾ 2 ഈസ് ഇതിൽ ക്യാൻസൽ ആവും. സോ യു വിൽ ഗെറ്റ് 66 ഇൻറ്റു 3 raised to 10. അങ്ങനെ ഒരു ആൻസർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വി ആർ ടേക്കിംഗ് ദിസ് ആൻസർ ടു ബി സി പാർട്ട്. നമ്മുടെ ആൻസർ അനുസരിച്ചിട്ട് വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ആൻസർ ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് A, B and C. That is, substitute A answer, B answer and C part in equation number 1. അപ്പോൾ equation number 1 എന്താണ്? f of x is equal to the coefficient of x raised to 12 by 12 factorial എന്താണ്? The answer is C here. ഈ ഇക്വേഷനിലാണ് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് 4 raised to 12 മൈനസ് എന്താണ്? മൈനസ് ആണ്. മൈനസ് ബി പാർട്ടിലെ ആൻസർ എന്താണ്? 3 raised to 11 into 12 minus 3 raised to 11 into 12 minus അടുത്ത ആൻസർ 66 into 3 raised to 10. സോ 4 raised to 12 into ഇതിൽ വരുന്ന ആൻസർ നോക്കണ്ട, ഇൻറ്റു ഇതിൽ നിന്ന് 3 raised to 10 നമുക്ക് വെളിയിലെടുക്കാം. മൈനസ് 3 raised to 10 വെളിയിലെടുക്കുമ്പോൾ 3 into 12 പ്ലസ് 66. That is equal to 4 raised to 12 minus 3 raised to 10 into 36 plus 66. That is 4 raised to 12 minus 3 raised to 10 into, you will be getting 66 means 112.
സോ ദിസ് ഇസ് ദ റിക്വയർഡ് ആൻസർ. ഇത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാക്സ് ആൻഡ് ലാക്സ് ആയിട്ട് ആൻസർ വരുന്നതായിരിക്കും. ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.